ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോറി അപകടത്തിൽ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കേന്ദ്ര ബജറ്റ് കേരളത്തോട് അവഗണനയാണ് കാട്ടിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വരയാടുകളുടെ പ്രജനന കാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനം അടച്ചു. വിശദമായ വാർത്തകളിലേക്ക്.
ലോറി അപകടത്തിൽ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ലോറി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവർ മരണപ്പെട്ടു. കമ്പിളികണ്ടം തെള്ളിത്തോട് കൂടാരത്തിൽ വീട്ടിൽ ആകാശാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. രാജാക്കാട് ഭാഗത്തു നിന്നും കുഞ്ചിത്തണ്ണി ഭാഗത്തേക്ക് പാറപ്പൊടിയും കയറ്റിപ്പോയ ടോറസ് ലോറിയാണ് ജോസ്ഗിരി തേക്കിങ്കാനം റോഡിൽ കൊച്ചിപ്പിന് സമീപം അപകടത്തിൽപ്പെട്ടത്. ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി മൺതിട്ടയിലിടിച്ച് നിൽക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിൻ ഞെരിഞ്ഞമർന്നുപോയി. JCB ഉപയോഗിച്ച് ക്യാബിൻ പൊളിച്ചാണ് അതിൽ കുടുങ്ങിയ ആകാശിനെ രാജാക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തത്. രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സിറ്റി വിഷൻ, രാജാക്കാട്. കേന്ദ്ര ബജറ്റ് കേരളത്തോട് അവഗണനയാണ് കാട്ടിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് മാത്രം താൽപര്യം കാട്ടുന്നതെന്നും BJP ഇതര സംസ്ഥാനങ്ങളോട് കടുത്ത അവഗണനയാണ് കാട്ടുന്നതെന്നും വയനാട് പുനരധിവാസത്തിന് പോലും പൈസ അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും VD സതീശൻ. BJP താൽപര്യമുള്ള സംസ്ഥാനങ്ങളോട് മാത്രം താൽപര്യം കാണിക്കും. BJP ഇതര സംസ്ഥാനങ്ങളോട്, ഇന്ത്യ ഇതര സംസ്ഥാനങ്ങളോട് അവഗണന കാണിക്കുകയും ചെയ്തിരിക്കുക. കേരളത്തോട് നിരാശാജനകമായ രീതിയിലാണ് ബജറ്റ് കേരളത്തെ സമീപിച്ചിരിക്കുന്നത്. വയനാട് പാക്കേജ് പോലും നമുക്ക് തന്നില്ല. വയനാട് തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ട് പോലും നമ്മൾ ആവശ്യപ്പെട്ട തുകയും വയനാടിന് വേണ്ടി അനുവദിച്ചില്ല. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും കിട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്തിലൊരു പരാമർശം പോലും ഇല്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത്. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനം അടച്ചു. മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി വരുന്നത്. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത്. പ്രജനനത്തിന് ശേഷം ഏപ്രിൽ മാസം 1-ാം തീയതി വീണ്ടും ഇരവികുളം നാഷണൽ പാർക്ക് സഞ്ചാരികൾക്കായി തുറക്കും. വരയാടുകളുടെ പ്രജനനകാലം, വരയാടിൻ്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ടൂറിസം ആക്ടിവിറ്റീസും ഈ അടച്ചിടുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഉദ്യാനത്തിൽ വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 1-ന് പാർക്ക് വീണ്ടും തുറക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും. കഴിഞ്ഞ മെയ് മാസം നടത്തിയ കണക്കെടുപ്പിൽ ഇരവികുളം ഉൾപ്പെടെയുള്ള വരയാടുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ 827 വരയാടുകളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 144 എണ്ണം പുതിയ കുഞ്ഞുങ്ങളായിരുന്നു. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. സിറ്റി വിഷൻ, മൂന്നാർ. കാട്ടുകൊമ്പൻ പടയപ്പ മദപ്പാടിലെന്ന് വനം വകുപ്പ്. മദപ്പാട് കണ്ടതോടെ ആനയെ നിരീക്ഷിക്കാനായി വാച്ചർമാരടങ്ങുന്ന പ്രത്യേക സംഘത്തെയും വനം വകുപ്പ് നിയോഗിച്ചു. കഴിഞ്ഞ വർഷം മദപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനാവുകയും ഇരുചക്ര വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പതിവ് സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മദപ്പാട് കണ്ടെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇടതു ചെവിയുടെ ഭാഗത്തായാണ് മദപ്പാട് കണ്ടെത്തിയത്. മദപ്പാട് കണ്ടതോടെ ആനയെ നിരീക്ഷിക്കാനായി വാച്ചർമാരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയമിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ പടയപ്പയെ എന്നുള്ളത് ആനയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് അത് മസ്തിലേക്ക് കടന്നിട്ടുള്ളതാണ്. അപ്പം അതിനെപ്പറ്റി ജനങ്ങളെ അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ അതിൻ്റെ നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 2 വാച്ചർമാരെ പൂർണ്ണസമയം ഈ ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പം നിയോഗിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെയാണ് പടയപ്പയിൽ മദപ്പാട് കണ്ടെത്തിയത്.
കഴിഞ്ഞ വർഷം മതപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനാകുകയും ഇരുചക്രവാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മുൻ വർഷങ്ങളിൽ ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ ഇപ്പോൾ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട്. ഉൾവനത്തിലേക്ക് പിൻവാങ്ങാതെ ജനവാസ മേഖലകളിലൂടെ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പടയപ്പയുടെ സഞ്ചാരം. സിറ്റി വിഷൻ, മൂന്നാർ. സന്ദർശകരെ വരവേൽക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഗാർഡന്റെ ഭാഗമായി മുതിരപ്പുഴയുടെ തീരത്ത് റിവർ ബാങ്ക് വ്യൂ പോയിന്റ് സജ്ജീകരിച്ചു. ഗാർഡനിലെത്തുന്ന സഞ്ചാരികൾക്ക് പുഴയോരത്തിരുന്ന് സ്വസ്ഥമായ പുസ്തകങ്ങൾ വായിക്കാനും വിശ്രമിക്കാനുമൊക്കെ ഇനി മുതൽ സാധിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗാർഡനിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ. മൂന്നാർ ദേവികുളം റോഡരികിലാണ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന നിരവധി കാഴ്ചകൾ ഗാർഡനിൽ ഒരുങ്ങിയിട്ടുണ്ട്. ഇതിനൊപ്പമാണ് ഗാർഡന്റെ ഭാഗമായി മുതിരപ്പുഴയുടെ തീരത്ത് റിവർ ബാങ്ക് വ്യൂ പോയിന്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഗാർഡനിലെത്തുന്ന സഞ്ചാരികൾക്ക് പുഴയോരത്തു നിന്ന് സ്വസ്ഥമായി പുസ്തകങ്ങൾ വായിക്കാനും വിശ്രമിക്കാനുമൊക്കെ ഇനി മുതൽ സാധിക്കും. മൂന്നാർ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കഴിഞ്ഞ ഡിസംബർ മുതൽ ധാരാളം സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വദേശീയരും വിദേശീയരുമായിട്ടുള്ള സഞ്ചാരികൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ഇരട്ടിയോളം ആൾക്കാർ ഈ കാലയളവിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിച്ചു കഴിഞ്ഞു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ സഞ്ചാരികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുതിരപ്പുഴ റിവറിനോട് ചേർന്ന് അതിൻ്റെ തീരത്ത് ഒരു റിവർ ബാങ്ക് വ്യൂ പോയിൻ്റ് ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് വിദേശീയരായ സ്വദേശികളായ സഞ്ചാരികൾക്ക് യോഗ ചെയ്യുന്നതിനും അങ്ങനെയുള്ള എൻജോയ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗാർഡനിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ശൈത്യകാലം ആരംഭിച്ചതോടെ ഗാർഡനിലെ ചെടികളെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. രാത്രികാലത്ത് പാർക്കിലെ പ്രത്യേക വൈദ്യുതാലങ്കാരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ്. കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, വാച്ച് ടവർ, ഗ്ലാസ് ഹൗസ്, ഭക്ഷണശാല, മഴമറ പൂന്തോട്ടം, ശുചിമുറികൾ, സെൽഫി പോയിന്റ്, ആന, ജിറാഫ്, കാട്ടുപോത്ത്, ദിനോസർ ശില്പങ്ങൾ, നടപ്പാതകൾ, റെയിൻ ഷെൽട്ടറുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയും ഗാർഡനിലുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് ഗാർഡനിലെ പ്രവേശന സമയം. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റായെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം.
എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. വീണ്ടും വാർത്തയിലേക്ക്. മഹാകുംഭാഭിഷേകം നടത്തി ചെമ്പകത്തൊഴുക്കുടി ശിവപാർവതി അമ്മൻ ക്ഷേത്രം. ചെമ്പകത്തൊഴുക്കുടി മുതുവൻ സമുദായത്തിന്റെ സഹകരണത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച ശിവപാർവതി അമ്മൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവവും കുംഭാഭിഷേകവും നടന്നു. ക്ഷേത്രം തന്ത്രി ആത്മന്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചിന്നക്കനാൽ ചെമ്പകത്തൊഴുക്കുടി മുതുവാൻ ഗോത്രവർഗ സമൂഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ശിവപാർവതിയമ്മൻ ക്ഷേത്രം നിർമ്മാണം പൂർത്തീകരിച്ചത്. വിവിധ ഗോത്ര സമൂഹങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് കൃഷ്ണശിലയിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും ശില എത്തിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മുതുവാൻ ആദിവാസി സമൂഹത്തിന് ആരാധിക്കാൻ ശിവപാർവതിയമ്മൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സമീപ പ്രദേശങ്ങളിൽ ഇല്ലാത്തതിനെ തുടർന്നാണ് പുതിയ ക്ഷേത്രം നിർമ്മിക്കാനും പ്രതിഷ്ഠ നടത്തുവാനും മുതുവാൻ സമുദായം തീരുമാനിച്ചത്. 31-ാം തീയതി വെള്ളിയാഴ്ച ക്ഷേത്രം തന്ത്രി ആത്മന്തതിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം പൂജാരി ചന്ദ്രൻ പൂജാരിയുടെ സഹകാർമ്മികത്വത്തിലും പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നു. തുടർന്ന് ഇന്ന് അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം നടത്തി. പുണ്യനദികളിൽ നിന്നും എത്തിച്ച തീർത്ഥം ഉപയോഗിച്ചാണ് കുംഭാഭിഷേകം നടന്നത്. ഉത്സവത്തോടനുബന്ധിച്ച അന്നദാനവും മുതുവാൻ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും ചെമ്പകത്തൊഴുകുടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശിവപാർവതി ക്ഷേത്ര സന്നിധിയിലേക്ക് പാൽക്കുട ഘോഷയാത്രയും നടന്നു. അരുൾമിക ശ്രീ ശിവപാർവതിയമ്മൻ ക്ഷേത്രത്തിന്റെ അഷ്ടബന്ധ മഹാകുംഭാഭിഷേകം രാവിലെ ഇന്ന് 2-ാം തീയതി 2-1-2025 തീയതി നമ്മുടെ സ്വാമി ആത്മാനന്ദയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയും അനവധിയുള്ള കോടിജനങ്ങളും കോടിജനങ്ങളും ഇങ്ങോട്ട് വന്ന് ഈ ദർശനം കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുമായിട്ടുള്ള സന്തോഷമുണ്ട്. കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ജാതിമത ഭേദമന്യേ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രം പൂജാരി ചന്ദ്രൻ, ഭാരവാഹി ശക്തിവേൽ, കുടിനിവാസികൾ തുടങ്ങിയവർ കുംഭാഭിഷേകത്തിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. ശിലാസ്ഥാപന പെരുന്നാളും കൊടിമര കൂദാശയും നടന്നു. രാജാക്കാട് പഴയവടുതി സെന്റ് മേരീസ് സുനോറോ യാക്കോബായ സുറിയാനി പള്ളിയുടെ സ്ഥാപക ദിന പെരുന്നാളും പുതുതായി നിർമ്മിച്ച കൊടിമരത്തിന്റെ കൂദാശയും നടന്നു. ഹൈറേഞ്ച് മേഖലാ മെത്രോപൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഹൈറേഞ്ചിന്റെ മണ്ണർക്കാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജാക്കാട് പഴയവടുതി സെന്റ് മേരീസ് സുനോറോ യാക്കോബായ സുറിയാനി പള്ളിയുടെ ശിലാസ്ഥാപന പെരുന്നാളിന് കൊടിയേറി. കൊടിയേറ്റ കാലഘട്ടത്തിൽ പള്ളി നിർമ്മാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കല്ലിടൽ കർമ്മം നടന്നതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇടവക അംഗങ്ങൾ ശിലാസ്ഥാപന പെരുന്നാൾ ആഘോഷിക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് ഹൈറേഞ്ച് മേഖല മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറുകയും പുതുതായി നിർമ്മിച്ച കൊടിമരത്തിന്റെ കൂദാശയും നടന്നു. ശിലാസ്ഥാപന പെരുന്നാളിന്റെ ഭാഗമായി സന്ധ്യപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, പ്രദർശനം തുടങ്ങിയ തിരുകർമ്മങ്ങൾക്ക് ഒപ്പം നേർച്ച സദ്യയും നടന്നു. ഇടവക വികാരി ഫാദർ എൽദോസ് മേനോത്തുമാലിയിൽ, മുൻ വികാരി ഫാദർ ബേസിൽ പുതുശ്ശേരിയിൽ, ട്രസ്റ്റി പ്രിൻസ് കന്യാകുഴിയിൽ, സെക്രട്ടറി എൽദോസ് കാരിയേലിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, യൂത്ത് അസോസിയേഷൻ, വനിതാ സമാജം, സൺഡേ സ്കൂൾ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്.
ഇടുക്കി മൂലമറ്റത്ത് പായിൽ കെട്ടിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ട്. ഒരു തേക്കിൻകൂപ്പിലാണ് പായിൽ കെട്ടിയ രീതിയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇടുക്കി മൂലമറ്റത്ത് പായിൽ കെട്ടിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ട്. ഒരു തേക്കിൻകൂപ്പിലാണ് പായിൽ കെട്ടിയ രീതിയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകമാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നാട്ടുകാരായിരുന്നു പായിൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കോട്ടയം മേലുകാവ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഒരാളെ കാണാനില്ലെന്ന കേസുമുണ്ട്. ചിലപ്പോൾ അയാളായിരിക്കുമെന്നൊരു സംശയം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. തൊടുപുഴ ഡിവൈഎസ്പിയുടെ അടുത്തുള്ള പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. കോട്ടയത്ത് നിന്നുള്ള പോലീസ് സംഘം എത്തിയ ശേഷമായിരിക്കും കാണാതായ ആൾ ആണെന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തത വരികയുള്ളൂ. സിറ്റി വിഷൻ, തൊടുപുഴ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ യാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകി. രാവിലെ അടിമാലിയിലെത്തിയ ജാഥയ്ക്ക് വൈകിട്ട് 4 മണിക്ക് കട്ടപ്പനയിലും 6 മണിക്ക് കുമളിയിലും സ്വീകരണം നൽകി. രാവിലെ 10-ന് അടിമാലിയിലും കട്ടപ്പനയിൽ നടന്ന സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ അടിമാലിയിലെത്തിയ ജാഥയ്ക്ക് വൈകിട്ട് 4 മണിക്ക് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. കട്ടപ്പനയിലും 6 മണിക്ക് കുമളിയിലും സ്വീകരണം നൽകി. രാവിലെ 10-ന് അടിമാലിയിലും കട്ടപ്പനയിലും നടന്ന സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പട്ടയ പ്രശ്നവും CHR പ്രശ്നവുമാണ് ജില്ല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. വനംവകുപ്പ് വനം സംരക്ഷിക്കുന്നതോടൊപ്പം വനത്തിൽ തന്നെ നിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. കർഷകരുടെ മേലുള്ള ജപ്തി നടപടികൾ നിർത്തിവെക്കുകയും വായ്പയും പലിശയും എഴുതി തള്ളുകയും ചെയ്യണമെന്നും PJ ജോസഫ് പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ ജില്ലയിലെ കർഷകരെ ബാധിക്കുന്ന പട്ടയ പ്രശ്നത്തിനും CHR പ്രശ്നത്തിനും പട്ടയം ലഭിക്കാത്ത 3 ചെയിൻ ഉൾപ്പെടെയുള്ളവർക്ക് പട്ടയം, വന്യജീവി ആക്രമണം തടയാൻ പരമ്പരാഗത ആധുനിക രീതിയിൽ പ്രതിരോധ പ്രവർത്തനം എന്നിവ നടപ്പാക്കുമെന്ന് ജാഥ ക്യാപ്റ്റൻ VD സതീശൻ ഉറപ്പു നൽകി. കട്ടപ്പനയിലും കുമളിയിലും ജാഥയ്ക്ക് സ്വീകരണമൊരുക്കി. മലയോര മേഖലയെ നേരിട്ട് ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും സർക്കാർ ജനവിരുദ്ധ നിലപാടുകൾ നിർത്തണമെന്നാവശ്യപ്പെട്ടുമാണ് UDF സംസ്ഥാന കമ്മിറ്റി മലയോര സമര പ്രചരണ ജാഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. നേതാക്കളായ MM ഹസൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, KM ഷാജി മോൻ ജോസഫ്, VP സജീന്ദ്രൻ, അഡ്വക്കേറ്റ് EM അഗസ്തി, ഇബ്രാഹിംകുട്ടി കല്ലാർ, റോയി K പൗലോസ്, CP ജോൺ, രാജൻ ബാബു, DCC പ്രസിഡന്റ് CP മാത്യു, UDF ചെയർമാൻ ജോയി തോമസ് തുടങ്ങിയവർ യോഗങ്ങളിൽ സംസാരിച്ചു. ഭൂപ്രശ്നങ്ങൾ, വന്യജീവി വിഷയം, പട്ടയ പ്രശ്നങ്ങൾ, വിലക്കയറ്റം തുടങ്ങി വിവിധ വിഷയങ്ങളാണ് UDF മലയോര സമര പ്രചരണ ജാഥയിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത്. കട്ടപ്പന ടൗണിൽ നിന്നും ജാഥയെ സ്വീകരിച്ച് മിനി സ്റ്റേഡിയത്തിലെ വേദിയിൽ എത്തിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോറി അപകടത്തിൽ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കേന്ദ്ര ബജറ്റ് കേരളത്തോട് അവഗണനയാണ് കാട്ടിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വരയാടുകളുടെ പ്രജനന കാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനം അടച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. Seema's Wedding Collections, AIM Road, Perumbaur. Opening shortly at Kattapana.
1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്ബെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റായെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ.